ഗുഡ് ആഫ്റ്റർനൂൺ. 2 ദിവസമായി ക്ലാസ് എടുത്തിട്ട് അല്ലേ? എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്നുള്ളത് ആരെ എൻക്വയറി ചെയ്തില്ല. ഇന്ന് ഉച്ചയ്ക്ക് അമ്മ ഒരു മെസ്സേജ് അയച്ചു, അലിക്ക ഇന്നിപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ട്. ക്ലാസ് ഉണ്ട്, 1-2 ദിവസം മുടക്കൊക്കെ ആയിരുന്നു. വെള്ളിയാഴ്ച, അതുപോലെ സൺഡേ ചില പ്രോബ്ലംസ്, പിന്നെ തിങ്കളാഴ്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് സാധിച്ചില്ല. പിന്നെ ടൈം ടേബിളും കൂടി വെയിറ്റ് ചെയ്യായിരുന്നു. ആ ടൈം ടേബിളും കൂടി വെയിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാമല്ലോ. പിന്നെ ടൈം ടേബിൾ വന്ന ഉടനെ തന്നെ അലിക്ക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്, ടെക്സ്റ്റ് മെസ്സേജ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗസൂൺ എന്ന് പറഞ്ഞിട്ട് ദീപികയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രസ് ഫോട്ടോഗ്രാഫറാണ് ഗസൂൺ ചെയ്ത്. നമ്മുടെ ടു സ്റ്റുഡൻ്റാണ് അവൻ. എല്ലാ ദിവസങ്ങളിലും വാർത്തകൾ, അത്യാവശ്യ വാർത്തകൾ അലിക്കക്ക് പെട്ടെന്ന് ഫോർവേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ വേഗം തന്നെ വാർത്ത എത്തിച്ചു. എക്സാം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വാർത്ത എത്തിച്ചു. 26-ാം തീയതി ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, 26, 27, 28 തീയതികളിലാണ് എക്സാം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷൻ കുട്ടികളെല്ലാവരും ഇന്ന് മുതൽ ചെയ്യണം. നിങ്ങൾ തന്നെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. എന്ന് നിങ്ങൾ എനിക്കങ്ങനെ പറയും, നിങ്ങൾ ഉണ്ടാവില്ല. എന്നാലും തൽപരരായ കുട്ടികൾ, ലക്ഷ്യബോധമുള്ള കുട്ടികൾ, അവർ അവരുടേതായ രീതിയിൽ പഠിച്ചെത്തിക്കും. അലിക്ക ഈ വീഡിയോ ക്ലാസ് മുഖേന പറഞ്ഞു തരുന്നതിന് ഒരു പരിമിതിയുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ പഠനവുമായി ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകണമെന്ന് അപേക്ഷിക്കുകയാണ് ദയവ് ചെയ്തിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ അവതാളത്തിലാകും. നമ്മുടെ ദിവസം 26 ഇന്ന് 13 ബുധനാഴ്ചയാണ്. അപ്പോൾ നമുക്ക് 2 ആഴ്ച ഉണ്ടെന്ന് വിചാരിച്ചിരിക്കേണ്ട, അന്നും ഇന്നും കൂട്ടണ്ട. അപ്പോൾ തന്നെ 2 ദിവസം നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് 26, 13 എന്നുള്ളത് 2 ദിവസം 11ആയി. 2 ദിവസം പെരുന്നാൾ, അപ്പോൾ 9 ദിവസമായി. 9 ദിവസമാണ് ശരിക്കും പഠിക്കാനുള്ളൂ. ഈ 9 ദിവസത്തിൽ എനിക്കൊരു ഷെഡ്യൂൾ പറഞ്ഞു, ദിവസം ഒരു 8 മണിക്കൂർ പഠിക്കുക, 10 മണിക്കൂർ പഠിക്കുക എന്നൊക്കെ. ഇനിയെങ്കിലും 11 മണിക്കൂറെങ്കിലും കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. എനിക്ക് ക്ലാസ് എടുക്കുന്ന മുമ്പ് അതൊന്ന് വിശദീകരിക്കുകയാണ്. കാര്യം എന്ന് പറയുകയാണ്, നമുക്കൊരു മോട്ടിവേഷൻ, അതാണ് ഇപ്പോൾ ആയിരിക്കും. നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക. ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നിങ്ങളെ അതിനു വേണ്ടി ഇരുന്ന് സജ്ജമാക്കുക. ആ സജ്ജമാക്കുന്ന പ്രക്രിയയും കൂടിയും ഈ ക്ലാസ്സിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം യഥാർത്ഥത്തിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴൊക്കെ പഠിച്ചു തീർന്നിട്ടുണ്ടാവും, നല്ല സ്കോറിങ് നടത്തും. അല്ലാത്തവർക്ക് ഇത് പഠനത്തിന് മാർക്കൊന്നും ഉണ്ടാവില്ല. 9 ദിവസം 10 മണിക്കൂർ വെച്ച് കിട്ടാൻ 90 മണിക്കൂർ കിട്ടും. മാത്സ് ഒന്ന് കൊണ്ടുവന്ന് റിവൈസ് ചെയ്യുക. ആ ഷെഡ്യൂള് മിക്കവാറും എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടായി തരാം, കാരണം വീഡിയോയിൽ എടുത്തിട്ട് സമയം കളയണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അതിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി തരാം. ഫിസിക്സും കെമിസ്ട്രിയും അത് ഇതുവരെ അനലൈസ് ചെയ്തിട്ട് ദേവിക്ക് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ സമയം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ ആയിരിക്കും അത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ അയച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഇനി 2-3 ഭാഗങ്ങൾ. ഒന്ന് ആൾജിബ്രയുടെ ഒരു ഭാഗമുണ്ട്, പിന്നെ സ്റ്റാറ്റി ഉണ്ട്, സോളിഡ്സ് ഉണ്ട്. അപ്പോൾ ആയിരിക്കും സ്റ്റാറ്റി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ എന്നാലും സോളിഡ്സിൽ 1-2 കാര്യങ്ങളും കൂടി ഒന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് അതും കൂടെ ബോധ്യപ്പെടുത്തേണ്ട സമയമുണ്ടെങ്കിൽ ഇന്ന് സ്റ്റാറ്റിയും കൂടി എടുത്തിട്ട് അവസരം. കാരണം ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മീഡിയം കാണാനായിട്ട്. ഒരു 5 മാർക്ക്, അത് പഠിച്ചൊരു 5 മാർക്ക് കിട്ടും. 2 മെത്തേഡ് ഉണ്ട് അതിന്. ഒന്ന് എളുപ്പമുള്ള മാർഗമുണ്ട്, ഒരു ഹാർഡ് മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡും എനിക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ. ശരിക്കും പഠിക്കാൻ തുടങ്ങണം. ഓരോന്നും എനിക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല, എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, റിവിഷൻ ബുക്ക്, നാം ചെയ്തിട്ടുള്ള നോട്ട് ബുക്കുകൾ എല്ലാം വെരിഫൈ ചെയ്ത് ഓരോ ഭാഗമായിട്ട് പഠിച്ച് അവസാനിപ്പിക്കുക. നിങ്ങളുടെ ഐഡിയയിൽ തന്നെ 2-ാം പാഠം, പിന്നെ ടാൻജൻ്റെ പാഠം ശരിക്കും എടുത്തിട്ടില്ല. വരയ്ക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അലിക്ക സജസ്റ്റ് ആദ്യം തന്നു. എന്നിട്ട് കുറച്ചും കൂടി റാഷായി പറഞ്ഞപ്പോഴാണ് വരച്ച് പോസ്റ്റ് ഇട്ടത്. എന്താ അത്, ആകെ 3 വരയ്ക്കാൻ പറഞ്ഞുള്ളൂ.
ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ അപ്പോൾ വരച്ചു തരേണ്ടതാണ്. അതിന് സാധിക്കില്ല. ബോയ്സ് ആണെങ്കിൽ ആകെ അനന്തോ ആനന്ദർഷും മാത്രമാണ് വരച്ചു തന്നുള്ളൂ, ബാക്കിയുള്ളവരും കണ്ടില്ല എന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ പറ്റില്ല. പറഞ്ഞ വർക്ക് നിർബന്ധമായി ചെയ്യണം. ഇനിയുള്ള കണക്കുകളൊക്കെ തരുന്നതൊക്കെ ചെയ്ത് അത് ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്ത് എനിക്ക് കാണിച്ചു തരണം കേട്ടോ. ഫിസിക്സ് കെമിസ്ട്രി നാളെ തന്നെ എൻ്റെ അനലൈസിങ് തന്ന് ഇതാക്കാം. പരമാവധി എല്ലാവരും പഠിച്ച് അവസാനിപ്പിക്കാൻ നോക്കാം. ലൈറ്റിൻ്റെ ഒരു കുറവുണ്ടായിരിക്കും. ലൈറ്റ് ഇട്ടിട്ട് വരാം. സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അത് ശരി. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അന്ന് എടുത്ത ഒരു ഭാഗം സോളിഡ്സിൻ്റെ സ്ക്വയർ പിരമിഡ് മാത്രമാണ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് കോൺ. ആ കോൺ എന്ന് പറഞ്ഞാൽ അത് അന്ന് വോയിസ് മെസ്സേജ് പറഞ്ഞിരുന്നു, പക്ഷേ നിങ്ങൾ എത്രത്തോളം അത് ഫോളോ അപ്പ് ചെയ്യുന്ന അറിയില്ല. കോൺ, അതുപോലെ തന്നെ നമുക്ക് ഉള്ളത് സ്ഫിയർ, പിന്നെ ഹെമിസ്ഫിയർ. ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കട്ടോ. കോൺ ഓപ്പൺ ഫിഗറാണ്. ഈ കാണുന്നത് ഇതാണ് ഓപ്പൺ ഫിഗർ. ഇറ്റ് ഈസ് ദി സെക്ടർ ഓഫ് എ സർക്കിൾ. ഇത് ഒരു വൃത്തത്തിൻ്റെ സെക്ടർ കൂടിയാണ്. ദിസ് എക്സ് ഈസ് ഇൻഡിക്കേറ്റഡ് ടു സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ. ദിസ് ഈസ് ദി റേഡിയസ് ഓഫ് സെക്ടർ ഈസ് ഈക്വൽ ടു slant height of cone when we bend to make cone. ഇത് വളച്ച് നാം ഒരു വൃത്തസ്തുതി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റായി വരുന്നത് ഇതാണ്. അതും സെക്ടറിൻ്റെ റേഡിയസ് ഈക്വൽ ആണ്. അതിന് നമ്മളിങ്ങനെ R ഈസ് ഈക്വൽ ടു L എന്ന് നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ദി ലെങ്ത് ഓഫ് ആർക്ക്. ലെങ്ത് ഓഫ് ആർക്കാണ് ഞാണിന് നീളമായിട്ടാണ് വരിക. സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം is equal to perimeter of cone. വൃത്തസ്തൂപികയുടെ ബേസ് പെരിമീറ്റർ ആണ് വളയ്ക്കുമ്പോൾ വരിക. അത് നമ്മളന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത്, ദി റേഡിയസ് ഓഫ് സെക്ടർ ഈസ് ദി സ്ലാൻഡ് ഹൈറ്റ് ഓഫ് കോൺ ആൻഡ് ലെങ്ത് ഓഫ് ആർക്ക് ഈസ് ദി ബേസ് പെരിമീറ്റർ ഓഫ് കോൺ. ഈ അടിസ്ഥാനപരമായ കാര്യം പഠിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രപ്പോർഷൻ, നാം വളച്ചുണ്ടാക്കുന്ന കോൺ ഈ രൂപത്തിലായിരിക്കും കോണിൻ്റെ രൂപം ഉണ്ടാവുക അല്ലേ. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇതൊരു കോണാണ്. ഇത് സ്ലാൻഡ് ഹൈറ്റ് നമ്മൾ സൂചിപ്പിക്കുക, L നമ്മൾ സൂചിപ്പിക്കും അല്ലേ. സ്ലാൻഡ് ഹൈറ്റ്, സ്ലാൻഡ്. ഇത് ബേസ് റേഡിയസ് ആണ്, R കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇത് കേർവ്ഡ് ഫേസ് എന്നാണ് നമ്മൾ പറയുന്നത്. കേർവ്ഡ് ഫേസ് എന്ന് പറയുന്നു. ഇത് ഹൈറ്റാണ്, ഹൈറ്റ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്ത് പോകുന്നത്. അതിന് മുമ്പ് നമുക്കൊന്നും കൂടെ പഠിക്കാം. ഇതിൽ നമ്മളൊരു പ്രപ്പോർഷൻ പഠിക്കുന്നുണ്ട്. R/L ഈസ് ഈക്വൽ ടു x/360. ഈ R പക്ഷേ നാം മാറ്റിയിട്ട് ക്യാപിറ്റൽ വേണ്ട, സ്മോൾ ആർ തന്നെ എടുക്കുക. നമുക്ക് സ്മോൾ ആർ തന്നെ എടുക്കുക. സ്മോൾ ആർ ഈസ് ഈക്വൽ ടു L. ഇവിടെ നമുക്ക് മാറ്റിയിട്ട് ക്യാപിറ്റൽ ആർ കൊടുക്കാം. ഈ ക്യാപിറ്റൽ ആർ റേഡിയസ് ഓഫ് സെക്ടർ ആണ്. ഈ സ്മോൾ ആർ റേഡിയസ് ഓഫ് കോൺ ആണ്. റേഡിയസ് ഓഫ് കോൺ ആണ്. R/L ഈസ് ഈക്വൽ ടു x/360. ഇതാണ് പ്രപ്പോർഷൻ. അപ്പോൾ നമ്മോട് പറയാണ് സ്ലാൻഡ് ഹൈറ്റ്, റേഡിയസ് ഓഫ് സെക്ടർ R 10 centimeter, x 120 degree. Then find slant height of cone and radius of cone. Radius of cone ചോദിക്കാം. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം L ഈസ് ഈക്വൽ ടു R ഈസ് ഈക്വൽ ടു 10 ആണ്. അപ്പോൾ L R ആണ്. ഈ R എങ്ങനെ കാണാൻ വെച്ചാൽ റേഡിയസ് ഓഫ് കോൺ കാണുന്നത് R/L ഈസ് ഈക്വൽ ടു x/360 ആണ് നമ്മുടെ ഫോർമുല. ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R നമുക്കറിയില്ല, L നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ 10 ആണ് L. 10 ഈസ് ഈക്വൽ 120/360. എനിക്കത് ഇവിടെ ചെയ്യുന്നുണ്ടോ പിന്നെ. അപ്പോൾ R ഈസ് ഈക്വൽ ടു 120/360 ഇൻറ്റു 10. 0 ക്യാൻസൽ ചെയ്തു. പിന്നെ നമുക്ക് 1236 R ഈസ് ഈക്വൽ ടു 10/3. അപ്പോൾ R ഈസ് ഈക്വൽ ടു 10/3 കിട്ടി. 3.33. എക്സ്ട്രാ 3 and 1/3 കിട്ടും.
ഇങ്ങനെയാണ് റേഡിയസ് കണക്കാക്കുക എന്ന് പറയുന്നത്. ഇത് ബേസിക്കായിട്ട് ചോദിക്കുന്നതാണ്, സിമ്പിളായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം കൂടിയാണ്. ഇനി അവിടെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അവിടെ LHR ഇവ തമ്മിലൊരു റിലേഷൻ ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കിയറിയാം. ഇത് L, ഇത് റൈറ്റ് ആംഗിളാണ്, റൈറ്റ് ട്രയാങ്കിളാണ്. റൈറ്റ് ട്രയാങ്കിളിന്റെ സ്ലാൻഡ് ഹൈറ്റ് കാണാൻ എന്താണ് സ്ലാൻഡ് ഹൈറ്റ് കാണാനായിട്ട് റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ സ്ലാൻഡ് ഹൈറ്റ് ആണ്. അത് L√h² + r² നമ്മൾ പഠിച്ചിട്ടുണ്ട്. L√h² + r². അതുകൊണ്ട് h = √L² - r². അതുപോലെ r = √L² - h². ഈ ഫോർമുലകൾ നിർബന്ധമായിട്ട് പഠിക്കും. പിന്നെ അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് പ്രത്യേകിച്ച് വരും. വെച്ചാൽ ഈ വീഡിയോയ്ക്ക് ആകുമ്പോൾ അതിൻ്റെ സൗണ്ട് പലതരത്തിലൊരു ഇൻട്രപ്ഷൻ ഉണ്ടാക്കും, എക്സ്ട്രാക്റ്റ് നടക്കും. ഓക്കെ, എന്നാലും നിങ്ങൾ ആയിരിക്കും പറയുന്ന വേർഡുകൾ ശ്രദ്ധിക്കും. ഈ ഫോർമുലയുണ്ട്. ഇനി ഇതിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓപ്പൺ ഫിഗർ സെക്ടർ ആണെങ്കിൽ കർവ്ഡ് സർഫേസ് ഏരിയ ശ്രദ്ധിച്ചോണ്ട് ഓരോ വേർഡ് ശ്രദ്ധിക്കണം കേട്ടോ. സെക്ടർ ആണെങ്കിൽ കർവ്ഡ് സർഫേസ് ഏരിയ ഈസ് ഈക്വൽ ടു ദി ഏരിയ ഓഫ് സെക്ടർ. ഏരിയ ഓഫ് സെക്ടർ, കർവ്ഡ് സർഫേസ് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേണം എന്താ, CSA. പണ്ടത്തെ ഫോർമുല ഓർമ്മ ബേസ് പെരിമീറ്റർ ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് അല്ലേ. ബേസ് പെരിമീറ്റർ 2πr ആണ്, സ്ലാൻഡ് ഹൈറ്റ് L ആണ്. അപ്പോൾ ഹാഫ് ഉണ്ട്, ഹാഫ് ഇൻറ്റു ബേസ് പെരിമീറ്റർ സ്ലാൻഡ് ഹൈറ്റ് ആണ് ഫോർമുല കർവ്ഡ് സർഫേസ് ഏരിയ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു 2πr ഇൻറ്റു L 2 ഇൻറ്റു ക്യാൻസൽ ചെയ്താൽ നമുക്ക് πr L. ബേസ് ഏരിയ സർക്കിൾ ആണല്ലോ, πr² ആണ്. അപ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയ എന്ത് വരും, πr L + πr². കൂട്ടിച്ചേർത്തിട്ട് πr L+r ആ ഫോർമുല വേണ്ട, സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഇനി ഇത് വോളിയം എന്ന് പറയുന്നത്, ഇത് സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 ആണ്. അപ്പൊ എങ്ങനെ ഒരു വോളിയം ഈസ് ഈക്വൽ ടു 1/3 πr²h. ഇതാണത്. ഈ ഫോർമുല നമുക്ക് എഴുതുന്നുണ്ട്, അത് നല്ലവണ്ണം കുട്ടികളെ പഠിക്കുക. ഇനി മറ്റൊരു കാര്യം നമുക്ക് പഠിക്കുന്നത് സ്ഫിയർ ആണ്. സ്ഫിയർ നല്ലവണ്ണം ശ്രദ്ധിച്ചു. Sphere has only one face. Sphere have only one face. ഒരു ഫേസ് മാത്രമേ അതിനുള്ളൂ. അതിൻ്റെ സർഫേസ് ഏരിയ 4πr² ആണ്. അതിന് എനിക്ക് ബോർഡ് എഴുതുന്നില്ല കേട്ടോ, 4πr² ആണ്. അതിന് വോളിയം കാണാൻ എന്താ ഫോർമുല, 4/3 πr³ ആണ്. 4/3 πr³ ആണ്. ഹെമിസ്ഫിയർ എന്താ പ്രത്യേകത, ഹെമിസ്ഫിയർ ഇങ്ങനെയാണ്. ഹെമിസ്ഫിയർ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ നമുക്ക് വരുന്നു അല്ലേ. ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രത്യേകത ഉണ്ട്, ഹെമിസ്ഫിയറിന് എന്ത് പ്രത്യേകത, ഒരു സ്ഫിയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോളിഡ് സ്ഫിയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഹെമിസ്ഫിയർ ഉണ്ടാവും. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സ്ഫിയറിൻ്റെ സർഫേസ് ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ CS ആവും. ഇതിൻ്റെ ഏരിയ CSA ആണ്. അത് കാണുമ്പോൾ CS എന്താ 2πr² ആണ്. അതായത് ഹാഫ് ഓഫ് ദി ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ, ഹാഫ് ഓഫ് ദി സർഫേസ് ഏരിയ ഓഫ് ദി ഹെമിസ്ഫിയർ ഈസ് ഓൺലി ദി കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് സ്ഫിയർ. ഹെമിസ്ഫിയറിന്റെ കർവ്ഡ് സർഫേസ് ഏരിയയെ ആകുള്ളൂ എന്ത്, സ്ഫിയറിന്റെ സർഫേസ് ഏരിയയുടെ ഹാഫ്. ഒരിക്കലും സ്ഫിയറിന്റെ സർഫേസ് ഏരിയ പകുതി ഹെമിസ്ഫിയറിന്റെ സർഫേസ് ഏരിയ ആകില്ല, അതിന് കർവ്ഡ് സർഫേസ് ഏരിയ ആകും. ഇതും കൂടി കിട്ടണമെങ്കിൽ ഈ ബേസ് ആകുന്ന πr² കൂടെ കൂടണം. അപ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയ ഹെമിസ്ഫിയർ എന്താ 3πr² ആണ്. 2πr² + πr², 3πr². വോളിയം അങ്ങനെയല്ല. വോളിയം എങ്ങനെയാണ്, വോളിയം ഈസ് ദി ഹാഫ് ഓഫ് ദി വോളിയം ഓഫ് സ്ഫിയർ. എന്നാണ് പറയാം, വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈസ് ദി ഹാഫ് ഓഫ് ദി വോളിയം ഓഫ് സ്ഫിയർ. അങ്ങനെ വരുമ്പോൾ വോളിയം എന്തായിരിക്കും, 4/3 ഹാഫ് ഇൻറ്റു 4/3 πr³ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് എന്ത് ചെയ്യും, 2/3 πr³. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഇത് എല്ലാവരും നോക്കാം. ഇനി ഇതിലെ കുറച്ച് കണക്കുകൾ
നമ്മൾ സാധാരണ ഈ ഫോർമുല മാത്രമായിട്ട് പഠിക്കുന്നതല്ല, വ്യത്യസ്തമായ കണക്കുകൾ പരീക്ഷയ്ക്ക് വരും. ആ കണക്കുകൾ നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് വെരിഫൈ ചെയ്യുമ്പോൾ വെരിഫൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സമയമുണ്ട്, കുറച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാവുന്ന രീതിയിലാണ് എനിക്കതെടുക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു കണക്കെനിക്കത് ചെയ്തുതരാം. നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുക. 2 മെത്തേഡും പഠിക്കേണ്ടതുണ്ട്. 2 മെത്തേഡ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമാണ്. കാരണം ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് എഴുതണമല്ലോ. അതിന് വേണ്ടിയിട്ട് 2 മെത്തേഡ് എനിക്ക് പറയുന്നത്. എനിക്കപ്പോൾ അത് വർക്ക് ചെയ്തിട്ട് അത് നോക്കിയിട്ടാണ് പറഞ്ഞത്. കാരണം ഇനിയിപ്പോൾ തെറ്റ് വന്നാൽ വീഡിയോ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നല്ലവണ്ണം എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ടെക്സ്റ്റിലുള്ള ഒറ്റ കണക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ വെരിഫൈ ചെയ്ത് എടുക്കുന്നത്. നല്ലവണ്ണം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. പേജ് നമ്പർ 243 ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഉയരം 135 140 140 145 145 150 150 155 155 160 160 165. Number of students 5 8 12 11 5 4. Total numbers 45. അപ്പോൾ നമുക്കതിൻ്റെ അത് നോക്കി ഒന്ന് ചെയ്യാം. കാരണം സംഖ്യ അറിയണ്ടേ. ചെയ്യുന്ന മെത്തേഡാണ് അത്. ക്വസ്റ്റ്യൻ കുട്ടികളെ ടെക്സ്റ്റ് ചെയ്ത് നോക്കിയെടുക്കുക. ഞാൻ അതിലേക്ക് ചെയ്യുന്ന നല്ലോണം ശ്രദ്ധിച്ചു. ആദ്യം ഹൈറ്റ് എന്നുള്ളൊരു കോളം ഇവിടെ വരെ വരുന്നുണ്ട്. ഹൈറ്റ് എന്നുള്ള കോളം അത് കുറവ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ അപ്പർ ലിമിറ്റ് 135 140 135 വേണ്ട, 140 എടുത്താൽ മതി. അപ്പം ലെസ് ദാൻ 140 ഇനിയൊന്നും അങ്ങനെ ലെസ് ദാൻ എല്ലാത്തിനും എഴുതുന്നുണ്ട്. 140 ലെസ് ദാൻ 140. അത് ആ ക്ലാസ് ഇൻ്റർവെല്ലിൽ നേരെയുള്ള നമ്പറാണ് കൊടുക്കുന്നത്. 5 ആണ് അവിടെ ഉള്ളത്. 5 ലെസ് ദാൻ അടുത്ത അപ്പർ ലിമിറ്റ് 145 ആണ്. അപ്പം എന്ത് ചെയ്യണം? ആ 5-ലൂടെ അതിൻ്റെ നേരെയുള്ള വാല്യൂ ഉണ്ടാവും. അത് 8 ആണ്. അതും കൂടെ കൂട്ടി 30. അടുത്തത് 150 ആണ്. 150-ൽ നമുക്ക് അതിന് തൊട്ട് അതിന് നേരെയുള്ള വാല്യൂ 13 കൂട്ടാം. 12 ആണ് വാല്യൂ. 12 13 കൂടി കൂട്ടിയാൽ 25 ആണ്. 155 വരുമ്പോൾ അതിലുള്ളത് 11 ആണ് അതിന് നേരെയുള്ള വാല്യൂ. അപ്പോൾ അത് 25 കൂടി കൂട്ടിയാൽ നമുക്ക് 36. 160 എന്ത് ചെയ്യണം? അതിന് നേരെയുള്ള വാല്യൂ 5 ആണ്. അതുകൂടി ആഡ് ചെയ്താൽ 41 കിട്ടും. 165 നമുക്ക് അടുത്ത വാല്യൂ 4 ആണ് അതിന് നേരെയുള്ളത്. ആഡ് ചെയ്താൽ 45. ഇതാണ് ആദ്യം ഉണ്ടാക്കേണ്ട ചാർട്ട്. ഇങ്ങനെയാണ്. ഇത് നാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പർ, ഇത് നമ്പറാണല്ലോ. ടോട്ടൽ നമ്പർ 45. ടോട്ടൽ നമ്പേഴ്സ് 45. ഇതൊരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ ആ 45-ലൂടെ 1 ആഡ് ചെയ്യും. 45 + 1 = 46. ഈ 46-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 23. അത്യാവശ്യമുള്ള വാല്യൂ ആയിരിക്കും അവിടെ എഴുതി വെച്ചിട്ട് ബാക്കിയുള്ള മാറ്റിയുണ്ടോ. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയോട്ടോ. നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, ആവർത്തിച്ച് കേട്ട് പഠിക്കാം. 23 ആണ് നമ്മുടെ ഈ വാല്യൂ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ വാല്യൂ 23. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 23rd പേഴ്സൻ്റെ 23ാമത്തെ കുട്ടിയുടെ ഉയരമാണ് ഇതിൻ്റെ മീഡിയനായിട്ട് വരേണ്ടത്. ഇതിൻ്റെ മീഡിയം വരേണ്ടത് 23 ആണ്. അതെവിടെ വരും? അത് ഇവിടെ വരും. നമ്മളിങ്ങനെ ചോദിക്കുക ആരുടെ ഇടയിൽ വരുന്നു? 145-ൻ്റെയും 150-യുടെയും ഇടയിൽ വരും. 13ാമത്തെ കുട്ടിയുടെയും 25ാമത്തെ കുട്ടിയുടെയും ഇടയിലാണ് ഈ വാല്യൂ വരുന്നത്. അതായത് ആ വാല്യൂ വരുമ്പോൾ 145-ൻ്റെയും 150-ൻ്റെയും ഇടയിൽ വരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ മുമ്പിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എത്ര ഡിഫറൻറ്റ് ഉണ്ട് എന്ന് കണക്കാക്കലാണ് നമ്മുടെ മുമ്പിലുള്ള അടുത്ത മാർഗം. ആദ്യം ആ ചെയ്യേണ്ടത് നമ്മൾ 25 തൊട്ട് 13 വരെ 25 തൊട്ട് 13 വരെ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കും. 25 തൊട്ട് 13 25 - 13 എത്ര പേരുണ്ട്? 12. 3 5 3 5 2 1 2 12.
12 അവിടുത്തെ ഡിഫറൻസ് ഉള്ളത് കേട്ടോ. 12 കുട്ടികളാണ് എൻ്റെ ഇടയിൽ വരുന്നത്. 12 കുട്ടികളിൽ വരുന്നത്. അത് നമുക്ക് പിന്നീടാണ് ആവശ്യം. ഇപ്പം നമുക്കത് ആവശ്യമില്ല. എനിക്ക് തൽക്കാലം മാറ്റുന്നുണ്ട് എന്നൊരു ആവശ്യമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് 23 13 പറഞ്ഞത്. 14ാമത്തെ കുട്ടിയുടെ വാല്യൂ എത്രയാണ് കണക്കാക്കുക. അതാണ് നമ്മൾക്കുള്ള പ്രശ്നം. 14ാമത്തെ കുട്ടിയുടെ വാല്യൂ ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ. ഒന്നുകൂടെ നമ്മൾ ആ എടുക്കണം. 12 നമുക്ക് കിട്ടിയില്ല. ഈ 145 150 വ്യത്യാസം. അതായത് നോക്കി ചെയ്ത് നോക്കട്ടെ ഒരു 150 minus 145 by 25 minus 30 5 by 12. ഇതാണ് 14ാമത്തെ കുട്ടിയിലേക്കുള്ള ഡിഫറൻസ്. 14ാമത്തെ കുട്ടിയിലേക്ക് കേട്ടോ. അപ്പോൾ 14ാമത്തെ കുട്ടിയിലേക്ക് എന്ന് പറയുമ്പോൾ ഇത് ഏഴ് 14ാമത്തെ കുട്ടിയാവില്ല. ആ കുട്ടിയുടെ വാല്യൂ വരണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ പകുതി വേണം. അതായത് 13ാമത്തെ കുട്ടി 13th സ്റ്റുഡൻറ്റ് 145 ആണ്. അപ്പോൾ 14th സ്റ്റുഡൻറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 145ഉം അതിലൂടെ അതിന് പകുതി കൂടെ ആഡ് ചെയ്യണം. എങ്ങനെ? 5 5 12 പകുതി എന്താ വരിക? 5/24 5/12 പകുതി 1/2 ചെയ്ത 5/24. അപ്പൊ 145 പ്ലസ് 5/24 ആണ് നമുക്ക് ഈ കുട്ടിയുടെ 14ാമത്തെ കുട്ടിയുടെ ആയിട്ട് വരുന്നത്. 14ാമത്തെ 145 145 പ്ലസ് 5/24. ഇവിടേക്കാണെങ്കിൽ കൺഫ്യൂഷൻ വരിക. ഇത്രയുള്ള അവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. എനിക്ക് പറയുന്നത് ശ്രദ്ധിച്ചു. ഈ രണ്ടിൻ്റെ ഡിഫറൻസ് കാണാം. ഈ രണ്ടിൻ്റെ ഡിഫറൻസ് കാണാം. കണ്ടിട്ട് അതിനെ പകുതിയാക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭിന്നസംഖ്യ താഴെയുള്ള സംഖ്യ ഉണ്ടല്ലോ, ആ ഡിനോമിനേറ്റർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് 145 കൂടി ആഡ് ചെയ്ത് 145 പ്ലസ് 5/24. ഈ 145 പ്ലസ് 5/24 എന്നുള്ള വാല്യൂ. അതുപോലെ ആ ആഡ് ചെയ്ത വാല്യൂയോട് എടുത്താൽ മതി. അതാണ് നമുക്ക് നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കും 13 കഴിഞ്ഞാൽ 14ാമത്തെ എത്ര ചോദിക്കും. ഇനി എനിക്ക് ഇതൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ചോളൂ കേട്ടോ. 145 ഇപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഡിഫറൻറ്റ് ഓരോ സംഖ്യയുടെ കുട്ടികൾ തമ്മിൽ വ്യത്യാസത്തിൽ വരിക 5/12. അപ്പോൾ നമ്മളിവിടെ ഡി ഒരു ആക്ടിവിറ്റി സീക്വൻസ് 5/12 5/12 കൂട്ടിയിട്ടല്ല പോകണം. വിശദീകരണം തരുന്നില്ല. ഡി 5/12 ആണ് നമ്മൾ. ഇനി നമുക്ക് 14ാമത്തെ സ്റ്റുഡൻറ്റ് തൊട്ടിട്ട് 25ാമത്തെ അല്ല 23 നമുക്ക് 23 മിഡിൽ ടൈം 23 കേട്ടോ. 23 കൂടി വരെ എത്ര പേരുണ്ടെന്ന് നോക്കിയേ എല്ലാവരും. 14ാമത്തെ 23 വരെ 9. എത്രയുള്ള 9. ഓക്കെ. അപ്പോൾ നമുക്കുള്ള ഇതെന്ന് വെച്ചാൽ 145 ആൻഡ് 5/24 ആണ് 14ാമത്തെ കുട്ടി. പ്ലസ് എന്ത് ചെയ്യണം? 9 × 5/12 അത്ര. അതായത് 9 കോമൺ ഡിഫറൻസുകൾ കൂട്ടുമ്പോഴാണ് 23ാമത്തെ കുട്ടികളേക്ക് എത്തുക. ഇത് ആഡ് ചെയ്തെടുക്കണം. ഒന്നും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ 145 ആൻഡ് 5/24 പ്ലസ് 9 × 5. ഇവിടെ ചേർത്ത് എഴുതുമ്പോൾ പ്ലസ് ആണ്. ഇൻറ്റു ഇട്ട മൾട്ടിപ്പിൾ ചെയ്യും. മുകളിൽ മൾട്ടിപ്പിൾ ചെയ്യണം. 9 × 5 45/12. ഒന്നും കൂടെ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ച്. ഇങ്ങനെ ഇട്ട ഇൻറ്റു അല്ല, ഇതിൻ്റെ ഇടയിൽ പ്ലസ് ആണ്. ഈ പ്ലസ്സിനാണ് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയത്, ചേർത്ത് എഴുതിയത്. ഇവിടെ ചേർത്ത് എഴുതി ഇൻറ്റു ഉണ്ട്. ഇൻറ്റു ഇടുമ്പോൾ ഇവിടെ മുകളിൽ മൾട്ടിപ്പിൾ ചെയ്യണം. 45/12. അപ്പോൾ 145 × 5/24 പ്ലസ് 45/12 നമുക്ക് എന്ത് ചെയ്യാം? 145 അപ്പോൾ 145 5/24 ഇത് കൂട്ടാളല്ലേ. 145 പ്ലസ് 5/24 പ്ലസ് 45/12. ഇത് മാത്രം നമുക്ക് സെപ്പറേറ്റ് ആക്കാം. അപ്പം 145 പ്ലസ് 24 12 വ്യത്യാസം അതിൻ്റെ ഫാക്ടർ 2 അല്ലേ വരും. LCM ഇതൊക്കെ പഠിച്ചിട്ടല്ലോ. അതായത്
24 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ ഇവിടെ 2 വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, 5/24 തന്നെ എടുക്കുക. ഇവിടെ 24 ആവുക 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് കൊടുക്കാം, 90/24 ആണ്. 2 ഭാഗത്ത് മുകളിൽ താഴെ കുറിച്ച് ഈ പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് എടുക്കാൻ കേട്ടോ. അപ്പോൾ കുറേ സമയം കൊടുക്കും. ഇനി ആയിരിക്കും വായിക്കട്ടെ. അടിഭാഗങ്ങൾ നിർത്തി ബാക്കിയുള്ള ഭാഗം വായിക്കുന്നുണ്ട്. കുട്ടികളെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇതിങ്ങനെ എഴുതിയിട്ട് കൊണ്ടുവരണം. പോസ് ചെയ്ത് അത് എഴുതിയിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷനായിട്ട് വരും. ഇനി 145 പ്ലസ് അപ്പോൾ 95/24 145 പ്ലസ് 95 24 3 പ്രാവശ്യം 3 പോയിന്റ് ഇവിടെ വാല്യൂ കിടക്കുന്നുണ്ട്. ഇപ്പോൾ 3.9 എന്തൊക്കെ എടുക്കുന്നുണ്ട് അവിടെ, 3.8 എന്തൊക്കെ ഉണ്ട്. അതിലേക്ക് ആ വാല്യൂ എടുത്ത് എഴുതണം. 3.8 എഴുതണം. അപ്പോൾ 148.9. ഇത് നിങ്ങൾ ഹരിച്ച് ഡിവിഷൻ ചെയ്ത് കണക്കാക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഈ വാല്യൂ കണ്ടെത്തുക. അപ്പോൾ അതിലേക്ക് ഓരോ സ്റ്റെപ്പുകൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ ആ വിശദീകരിച്ച സ്റ്റെപ്പുകൾ പോസ് ചെയ്ത് കേട്ടിട്ട് കണക്ക് ചെയ്യാം. ഇതിലെന്താണെന്ന് വെച്ചാൽ ഒരു കണക്ക് ഡയറക്റ്റ് ചോദിക്കുന്ന അതിൻ്റെ ഉള്ളിൽ 13ാമത്തെ കഴിഞ്ഞ് 14ാമത്തെ, അങ്ങനെ 14 ഒരു ഡെഫിനിറ്റ് നമ്പർ അല്ല കേട്ടോ, അതിൻ്റെ മിഡിൽ വാല്യൂ കഴിഞ്ഞിട്ട് അടുത്തതെന്ന് ചോദിക്കാറുണ്ട്. ഇനി ഈ കണക്ക് ചെയ്യുന്ന നേർക്ക് നേരെ ചെയ്യുന്ന എളുപ്പ മാർഗമായിരിക്കും പറഞ്ഞുതരാം. അത് ശ്രദ്ധിച്ചോളൂ. ഇതുപോലെ തന്നെ എഴുതിയിട്ട് 45 അല്ലേ എടുത്തത്, ഇവിടെ നമ്മൾ 23 ഇട്ടല്ലേ. ഓഡ് നമ്പർ ആകുമ്പോൾ 23 എടുത്താൽ അത് പാടില്ല. ഞാൻ ഇപ്പം ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പം ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഇത് വേറെ മെത്തേഡാണ്. ഈ മെത്തേഡിൽ ചെയ്തതിൽ മാർക്ക് കിട്ടും. ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ അത് ഓഡ് നമ്പറും ഈവൻ നമ്പറൊന്നും പ്രസക്തി ഇല്ല. നേരെ 45ൻ്റെ പകുതി കിട്ടും. അതാണ് 1 ½ × 45 22.5. ഇത് 22.5. ഇത് നമുക്ക് y1 ആക്കാം, ഇത് നമുക്ക് y2 ആക്കാം. ഇതേ പ്രകാരം ഇവിടെ മിഡിലൊരു വാല്യൂടെ x, ഇത് നമുക്ക് x1 ആക്കാം, ഇത് x2 ആക്കാം. എന്നൊരു ഫോർമാറ്റ് പോലെ നമുക്ക് എഴുതാം. എങ്ങനെ? x - x1 x2 - x1 is equal to y minus y1 by y2 minus y1. ഇത് നല്ലോണം മനസ്സിലാക്കി. വേറെ മെത്തേഡ് കേട്ടോ, എളുപ്പത്തിൽ ചെയ്യാൻ. മറ്റേതാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കൂട്ടി ചെയ്യുമ്പോൾ തെറ്റി വന്നാലോ വെച്ചിട്ടാണ്. എക്സ് നമുക്ക് അറിയില്ല, അപ്പോൾ എക്സ് നമ്മളിങ്ങനെ എഴുതി. -x1 നമുക്ക് ഈ 145 ഇതിൻ്റെ ഇടയിൽ വരുന്ന 140. ബാക്കി അതുവരെയുള്ള കാര്യം നമുക്ക് പറഞ്ഞ പോലെ തന്നെ 145 by 150 minus 145 is equal to y 22.5 ആട്ടാ. നേരത്തെ നമ്മുടെ 23 ആയിരുന്നു കേട്ടോ. 22 minus 5 minus 30 by y2 25 minus 30. ഇങ്ങനെയാണ്. ഇതാ നോക്കൂ, x minus 145 അവിടെ നിർത്തി by 5 is equal to അത് 0.5 3 12 9 9.5 by 12. X minus 145 is equal to 9.5 by 12 plus 145. അവിടെ 25 മൈനസ് 13 എനിക്കതൊന്ന് മായ്ക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു കാര്യം ഈ 5 കൊണ്ടായിരിക്കാം 9.5 by 12 into 5. ഇത് നമുക്ക് വായിക്കട്ടെ, ഈ ഭാഗം വായിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇത് നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ഭാഗം എഴുതിയിരിക്കാം. നോക്കൂ, x minus 145 by 5 is 9.5 by 12. അതിനെ 5 അങ്ങോട്ട് കൊണ്ടുപോയി x minus 145 is 9.5 by 12 into 5 എഴുതി. ഇവിടെ വരെയുള്ള ഭാഗം വായിക്കുന്നുണ്ട്. ഇത് വായിക്കും.
ഈ ഫോർമുല മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് എക്സ് മൈനസ് 145 ഈസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്പിൾ ചെയ്താൽ 25 ബാക്കി 2 15 147.5 by 12 x minus 145 is equal to 47.5/12 അല്ലേ. ഈ 47.5/12 ഒന്ന് ഹരിച്ചു കൊടുക്കുക. അപ്പം 3 പ്രാവശ്യം 36 6 അപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 9 പ്രാവശ്യം കൊടുക്കുക. അപ്പോൾ നമുക്ക് എഴുതാം ഈസ് ഈക്വൽ ടു 3.9 എഴുതാം. എന്നിട്ട് എക്സ് ഈസ് ഈക്വൽ ടു 3.9 പ്ലസ് 145 അതായത് മൈനസ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 145 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 0.9 അല്ലാണ്ട് 5 കൂടി ചേർക്കേണ്ടത് 3 ആണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 148.9 സെയിം വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കണക്കായിരിക്കും ഇതിൽ പറഞ്ഞു തന്നു. സ്റ്റാറ്റിക് ഇങ്ങനെ അവസാനിപ്പിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടായാലും അത് പെട്ടെന്ന് അവസാനിപ്പിച്ചു. ഇത് നമ്മുടെ ക്ലാസ്സുകൾക്ക് കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. സ്ഥിരമായിട്ട് ക്ലാസ് ഉണ്ടാവില്ല, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവില്ല, എല്ലാ ദിവസവും പഠിക്കണം. നാളേക്ക് നമുക്ക് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നാളെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നത് ഞാനത് വെച്ചാൽ അവിടെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക, സംശയങ്ങളൊക്കെ ചോദിക്കുക. പിന്നെ ദേവിക പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ ഫോണിലാണ്. ഫോണിലിപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ എനിക്കൊക്കെ ഓർമ്മയുണ്ട്. ഒരു AC ഡയഗ്രാം തന്നിട്ടേ അല്ല ട്രാൻസ്ഫോർമറിൻ്റെ ഒരു കോയിൽ തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. അതിൽ ഏത് ബൾബ് കത്തുമെന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണെന്ന് തോന്നുന്നു. മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിക്കണമെങ്കിൽ AC വേണം, AC കറണ്ട് വേണം, DC പറ്റില്ല. അപ്പോൾ അതിലൊരു സ്വിച്ച് ഓൺ ചെയ്താൽ ഏത് ബൾബ് കത്തും ചോദിച്ചു കഴിഞ്ഞാൽ സ്വിച്ചുമായി ഘടിപ്പിച്ചിട്ടുള്ള ബൾബ് ഏതാണോ അത് കത്തും. അപ്പുറത്ത് വേറെ കോയിൽ ഉണ്ടായിരിക്കും, ആ കോയിൽ കത്തണമെങ്കിൽ AC ഉപയോഗിച്ച് 2 ബൾബും കത്തും. AC ഉപയോഗിച്ച് 2 ബൾബും കത്തും. കോയിൽ തിക്നെസ്സും ടേൺസും സെയിം ആണെങ്കിൽ ഒരേപോലെ കത്തും. വ്യത്യാസമാണെങ്കിൽ ട്രാൻസ്ഫോർമറിന് നിയമമൊക്കെ അതിന് ബാധകം. അപ്പോൾ എനിക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എക്സാമാണ്, ഇന്നോട്ട് പഠിക്കാൻ തയ്യാറാവണം എല്ലാവരും. വോയിസ് മെസ്സേജിൽ എനിക്ക് അയക്കാം. ഇന്നലെ ശുഭാണ് പറഞ്ഞത്, എനിക്ക് തോന്നുന്നു കാവ്യാന്ന് തോന്നുന്നുണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാറുണ്ട്. ഇത്തിരി അലസമാണെന്ന് തോന്നുന്നു. ആരൊക്കെ അലസമാകുന്നുവോ അവർക്കൊന്നും നേടാൻ സാധിക്കില്ല. പിന്നെ എക്സാമിൻ്റെ സമയത്ത് വരാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. സാമൂഹിക അകലം പാലിക്കണം, മാസ്ക് മറക്കണ്ട, മാസ്ക് ധരിക്കണം. പിന്നെ ഇനി അഥവാ ക്ലാസ്സിൽ വരാണെങ്കിൽ ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ നിയമമൊക്കെ മാറ്റേണ്ടി വരും. ചെരുപ്പിട്ടിട്ട് ക്ലാസ്സിൽ കയറണം, അല്ലാതെ നമുക്കങ്ങനെ ഇതാക്കാൻ പറ്റില്ല. സാനിറ്റൈസർ വെള്ളമൊക്കെ വയ്ക്കണം. എന്താണെന്ന് അറിയില്ല. സാധ്യമാണെങ്കിൽ നമുക്ക് എന്തായാലും പരീക്ഷ ഒന്ന് കാണണമല്ലോ, നോക്കാം. എല്ലാ ആശംസകളും. അമ്മയുടെ വിഷമം പരാതി തീർന്നിട്ടുണ്ടായിരിക്കും നിങ്ങളെല്ലാവരുടെയും. വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.